നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീലിമയുടെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ട്. അവരൊക്കെ നിന്നെ കാണാൻ കാത്തിരിക്കുക. നീ വേഗം ഇങ്ങോട്ട് വാ, എന്നിട്ട് അവരെയൊക്കെ ഒന്ന് പരിചയപ്പെട്. വിവാഹം മുടക്കിയിരിക്കുന്ന മന്ത്രിയുടെ കൈ പിടിച്ച ഞാൻ സത്യം ചെയ്തത്. ആ സത്യം ഞാൻ പാലിച്ചിട്ടുണ്ട്. അതിനാണല്ലോ നന്ദി പറഞ്ഞത്. എന്നാലും ജഗൻ ചെയ്തത് കുറച്ച് കടുത്തുപോയി. സുഹൃത്തിനെ കൊണ്ട് കള്ളസന്യാസി വേഷം കെട്ടിച്ചതും ആ താലി വെച്ചിരുന്ന തട്ട് തട്ടിത്തെറിപ്പിച്ചതൊക്കെ കുറച്ച് കടന്ന കൈയായി പോയി കേട്ടോ. ലക്ഷ്യമാണ് പ്രധാനം, അത് നേടുന്ന വഴിയല്ല. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്ന ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്. ശരിയായിരിക്കാം. എന്നാലും ഗൗതം ഒരു നല്ല മനുഷ്യനാണ്. അയാൾക്ക് നമ്മൾ കാരണം ഒരു അപകടം പറ്റിയെന്ന് അറിഞ്ഞപ്പോഴാ എനിക്ക് സങ്കടമായത്. അല്ലെങ്കിലും പെണ്ണിന്റെ വാക്കും കേട്ട് ഒരു സഹായത്തിന് ഇറങ്ങി തിരിച്ചാ ഇതാണ് അവസ്ഥ. കാര്യം നേടിക്കഴിയുമ്പോ കുറ്റപ്പെടുത്താൻ തുടങ്ങും. അയ്യോ, ജഗൻ അതിനു മുൻപേ പിണങ്ങിയോ? ദേ, പരിപ്പുമൊക്കെ പെണ്ണുങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നതല്ലേ. ഞാൻ കുറ്റപ്പെടുത്തി പറഞ്ഞൊന്നുമല്ല. ഗൗതമിന്റെ അവസ്ഥയില് സഹതാപം തോന്നി പറഞ്ഞു പോയതാ. എന്തായാലും വിവാഹം മുടങ്ങിയപ്പോ വലിയൊരു ഭാരമൊഴിഞ്ഞ സമാധാനമാണ് എനിക്ക്. മനസ്സിൽ നിന്നൊരു ഭാരം ഇറക്കി വെച്ച ആശ്വാസം എനിക്കുണ്ട്. എന്ത്? എന്റെ കല്യാണം മുടങ്ങിയപ്പോ ജഗൻ എന്തിനാ ആശ്വസിക്കുന്നത്? അല്ല, അത് ഗൗതമിന് കാര്യമായി പരിക്കൊന്നും പറ്റിയില്ലല്ലോ, അതിന്റെ ആശ്വാസം എനിക്ക്. ഓ, അത് ശരി. എന്തായാലും എന്നെ ഈ കല്യാണത്തിൽ നിന്ന് രക്ഷിച്ചതിന് ജഗന് ഞാൻ വീണ്ടും നന്ദി പറയുന്നു. നന്ദിയൊന്നും വേണ്ട, എന്റെ ഹൃദയത്തിന്റെ ഉടമയായ മതി, എന്റെ സ്വന്തമായ മതി. ജഗൻ എന്തേലും പറഞ്ഞോ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. എന്നാ ഞാൻ പോട്ടെ വന്നേ. ഹലോ, അവനെ അങ്ങനെ വിട്ടാൻ പറ്റില്ല. ഞാൻ എത്തി. അല്ല, എവിടേക്ക് പാഞ്ഞു പോകുന്നത്? ഒരു പാവ അമ്മയെ കുറച്ച് ആളുകൾ ചേർന്ന് കുടിയൊഴിപ്പിക്കാൻ ശ്രമിക്കുക. അമ്മയ്ക്കൊരു സംരക്ഷണം കൊടുക്കണം, അതിനുവേണ്ടി പോവാ ഞാൻ. അപ്പോ അടിയും തല്ലൊക്കെ കാണുമായിരിക്കും അല്ലേ? ആ, ചിലപ്പോ. ജഗ, സൂക്ഷിക്കണം. വന്ദന പറഞ്ഞതല്ലേ, തീർച്ചയായിട്ടും. ബിസിനസ്സൊക്കെ അവസാനിപ്പിച്ച് മടങ്ങുന്നത് ഗൾഫ് ജീവിതം അടുത്തിട്ടൊന്നുമല്ല. ഞങ്ങളുടെ ഡ്രീം ലാൻഡാ ഗൾഫ്. എല്ലാ സൗഭാഗ്യങ്ങളും തന്ന നാട്. എന്നാലും അവസാന കാലത്ത് ജന്മനാട്ടിൽ തന്നെ കഴിയണമെന്നുള്ളത് ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ്. ഒരു തരം ഹോം സിക്നസ്. അതുകൊണ്ടാ ഗൾഫ് വിടുന്നത്. പടിപ്പുരയും നാലുകെട്ടും തുളസിത്തറയും വിളക്ക് വെച്ചുമുള്ള പാരമ്പര്യമാണല്ലോ ഞങ്ങൾക്കുള്ളത്. പഴയ തറവാട് ഇനിയും പൊളിച്ചിട്ടില്ല. നാട്ടിലും മടങ്ങിയെത്തിയ ആ തറവാട്ടിൽ പഴയ ചിട്ടകളും പാലിച്ച് കുറച്ചു നാളുകൂടി കഴിയണം. ആ തീരുമാനം എന്തായാലും നന്നായി ഭാഗീരഥി. അത് ഐശ്വര്യമുള്ള തറവാടാ. ഞാനും ചേട്ടനും ഒത്ത് എത്രയോ തവണ അവിടെ വന്നിരിക്കുന്നു. ഭാഗീരഥിയും ഞാനും പഴം കഥകളൊക്കെ പറഞ്ഞുറങ്ങാതെ കിടക്കും. അപ്പോ നമ്പ്യാരേട്ടനും കുറുപ്പേട്ടനും ഒക്കെ മുടിഞ്ഞ മദ്യലഹരിയിലായിരിക്കും. അതൊക്കെ ഒരു കാലം. തറവാട്ട് വളപ്പിൽ തന്നെയാ പുതിയ ബംഗ്ലാവ് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ കുറുപ്പിനും സുമലതയ്ക്കും തറവാടല്ലേ അറിയാവൂ. പുതിയ ബംഗ്ലാവ് കണ്ടിട്ടില്ലല്ലോ? ഇല്ല. പാലുകാച്ച് കഴിഞ്ഞതിന് ശേഷം ബംഗ്ലാവ് അടച്ചിട്ടിരിക്കുക. ഞങ്ങളിപ്പോ നാട്ടിൽ വന്നപ്പോഴും പഴയ തറവാട്ടിലാ താമസം. എന്തിനാണെങ്കിലേ ഇത്രയും വലിയൊരു കെട്ടിടം ആൾപ്പാർപ്പില്ലാതെ അടച്ചുപൂട്ടിയിട്ടിരിക്കുന്നത്?
അതിന്റെ കാരണം ആന്റി പറയും. മോനെ, ജഗനും നീലിമയും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞ കുറച്ചു കാലം അവരവിടെയാണല്ലോ താമസിക്കുന്നത്. ആ അതാണല്ലോ നാട്ടുനടപ്പ്. അത് കഴിഞ്ഞാ അവർക്ക് താമസിക്കണ്ടേ? ആദ്യമായിട്ട് ബംഗ്ലാവിലേക്ക് വലത് കാല് വെച്ച് കയറുന്നത് ജഗനും നീലിമയുമായിരിക്കണം. ആ ജഗനെ ഇനിയും കാണുന്നില്ലല്ലോ. അല്ല, അത് തിരക്കുള്ള യുവജന നേതാവല്ലേ നമ്പ്യാരെ, അവൻ ഉടനെ എത്തിക്കോളും. അപ്പോഴത്തേക്കും നമുക്ക് മറ്റ് ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കാം. കുറുപ്പേ, സമ്പാദ്യമൊക്കെ എനിക്ക് കുറച്ചുണ്ട്. ബിസിനസ് തുടങ്ങേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും എപ്പോഴും ക്രിയേറ്റീവ് ആയിരിക്കണം. അതാണ് എനിക്കിഷ്ടം. ഓ, എത്ര കോടി വേണേ മുടക്കാം. സഹകരണവും ആത്മാർത്ഥതയൊക്കെ കുറുപ്പ് ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്റെ ഭാഗത്തുനിന്നുണ്ടാവും. ഒരേ ഒരു കണ്ടീഷൻ, ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് ജഗനും നീലിമയും തമ്മിലുള്ള വിവാഹം നടക്കണം. ഓ, അതെ, അതായത് ഈ കുറുപ്പേ ഒരു വാക്ക് പറഞ്ഞാൽ അതൊരു വാക്കാണ്. ആ, സുമേ, നീ പെട്ടെന്നൊന്ന് ജഗനെ വിളിച്ചേ. ഓ. ഹലോ, എന്താ അമ്മേ? മോനെ ജഗ, നീ എവിടെയാ? മോനെ, നീലിമയുടെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ട്. അവരൊക്കെ നിന്നെ കാണാൻ കാത്തിരിക്കുക. നീ വേഗം ഇങ്ങോട്ട് വാ, എന്നിട്ട് അവരെയൊക്കെ ഒന്ന് പരിചയപ്പെട്. അല്ലമ്മേ, ഞാനത് ഇപ്പോഴാ ഓർത്തത്. എനിക്ക് ഒഴിവാക്കാനാവാത്ത ഒരു അത്യാവശ്യ കാര്യമുണ്ട്. ഞാൻ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ പറയാം. ഹലോ, ജഗൻ എന്താ പറഞ്ഞേ? അവനെ അർജന്റായിട്ട് എവിടെയോ നിൽക്കുക. ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് വരാന്നാ പറഞ്ഞത്. കുറുപ്പേ, തന്റെ മോനെന്താടോ ഇങ്ങനെ? ഞങ്ങളെയൊക്കെ ഒന്ന് കാണാൻ പോലും ക്ഷമയില്ലാത്ത തിരക്കാണ്. വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ അച്ഛനമ്മമാരെ കാണാൻ പോലും ജഗന് താല്പര്യമില്ലേ? അയ്യോ, അത് താല്പര്യമില്ലാഞ്ഞിട്ടല്ല ഭാഗീരഥി. അവൻ രാഷ്ട്രീയ കാര്യത്തിൽ ഇങ്ങനെയാ, ഒരേ കണിശക്കാരനാ. സാധുക്കൾക്ക് വല്ല സഹായം ചെയ്തു കൊടുക്കാൻ നേറ്റാൽ ആകാശം ഇടിഞ്ഞു വീണാൽ അവനത് കൃത്യമായി ചെയ്തിരിക്കും. അത്രയ്ക്ക് സഹായിക്കാനുള്ള വലിയ മനസ്ഥിതി ഉള്ളവനാ. ഇതും അതുപോലെ ആർക്കോ പായോ തലയണോ മറ്റോ കൊടുക്കുന്ന പരിപാടിയായിട്ട് പോയതാ. അത് കഴിയുമ്പോ അവരുടെ കൃത്യമായിട്ട് വന്നിരിക്കും. നോക്കിക്കോ, എന്റെ മകനായതുകൊണ്ട് പറയുന്നതല്ല, ഉറപ്പ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.